ഇപ്പോൾ ദില്ലിയിൽ CJP പ്രതിഷേധത്തിലേക്ക് പോലീസ് കടന്നിരിക്കുന്നു. വലിയ തോതിൽ പ്രവർത്തകരെ അവിടെ നിന്ന് മാറ്റാനുള്ള നീക്കങ്ങൾ നടക്കുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. വിഷ്ണു തലവൂർ ചേരുകയാണ്. വിഷ്ണു, ഇന്ന് പാർലമെന്റിലേക്ക് പ്രതിഷേധ മാർച്ച് പ്രഖ്യാപിച്ചിരിക്കുകയാണ് CJP. എങ്ങനെയാണ് സാഹചര്യം? ദില്ലിയിൽ CJPയുടെ പ്രതിഷേധ മാർച്ച് തടയാനുള്ള വലിയ നീക്കങ്ങളാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. വിഷ്ണു തലവൂർ ചേരുകയാണ്. വിഷ്ണു, ഷമി, എന്തായാലും CJP പ്രതിഷേധ വേദിയിൽ വൻ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നതാണ് നമുക്ക് CJP പ്രതിഷേധ വേദിയിൽ വൻ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ. നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് പ്രതിഷേധ സ്ഥലത്തേക്ക് എത്തുന്നുണ്ടായിരുന്നു. പക്ഷേ അകത്തേക്ക് കയറുന്നവരെയൊന്നും പുറത്തേക്ക് വിടാത്തൊരു സാഹചര്യം ഇന്ന് രാവിലെ മുതൽ തന്നെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. ഏതായാലും പുറത്തേക്ക് ഇറങ്ങണമെന്ന് അടക്കം പ്രതിഷേധിച്ചുകൊണ്ട് ബാരിക്കേഡ് തള്ളിയിടാനായിട്ടൊരു ശ്രമം ഇവിടെ എത്തിയ പ്രതിഷേധക്കാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. അതിൽ ആണ് ഇപ്പോൾ വലിയൊരു ലാത്തി ചാർജിലേക്ക് പോയിരിക്കുന്നത്. ഈ പ്രതിഷേധക്കാരെയൊക്കെ തന്നെ പ്രതിഷേധം നടത്തുന്ന സ്ഥലത്തേക്ക് ലാത്തി ചാർജ് നടത്തി അങ്ങോട്ടേക്ക് അടിച്ചോടിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ സുരക്ഷാ സേനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് ഉൾപ്പെടെയുള്ള CRPF ഉൾപ്പെടെയുള്ള സുരക്ഷാ സേനയാണ് ഇത്തരത്തിൽ ഈ വിദ്യാർത്ഥികളെ നേരെ ഒരു സംഘർഷം ലാത്തി ചാർജ് അഴിച്ചുവിട്ടിരിക്കുന്നത്. വലിയ തലത്തിലുള്ള മർദ്ദനത്തിലേക്ക് അടക്കം കാര്യങ്ങൾ പോയിരുന്നു. വിദ്യാർത്ഥികളൊക്കെ തന്നെ തിരികെ ഓടുന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾ വീഴുന്ന പലരും വീണ് കിടക്കുന്നുണ്ടായിരുന്നു. लोग तंत्र बचा रही है यार, मैं मेरे को मारेंगे अभी मार डालो बोल रहे यही तक। ഷമി, നിരവധി വിദ്യാർത്ഥികളൊക്കെ തന്നെ വീഴുന്ന സാഹചര്യം വിദ്യാർത്ഥികളെ രീതിയിലേക്കാണ് പോലീസ് ഈ സുരക്ഷാ സേന തല്ലിച്ചതയ്ക്കുന്ന രീതിയിലേക്കാണ് എന്തായാലും കാര്യങ്ങൾ പോയത്. അപ്പോൾ അത്തരത്തിൽ വലിയൊരു സംഘർഷത്തിലേക്കാണ് അല്പം മുന്നേ കാര്യങ്ങളൊക്കെ തന്നെ നീങ്ങിയത്. ഇപ്പോഴും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന വലിയ വാക്കുതർക്കം സുരക്ഷാ സേനയും ഈ പ്രതിഷേധക്കാരും തമ്മിൽ വലിയ വാക്കുതർക്കം. जो एग्जाम देते हैं, जो पढ़ते हैं मेहनत करके, उनके साथ जो धर्मेंद्र प्रधान जी धोखा कर रहे हैं पेपर ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകരുത്, സമാധാനപരമായി പ്രതിഷേധിക്കണമെന്ന ഒരാവശ്യമാണ് എന്തായാലും സുരക്ഷാ സേന മുന്നോട്ട് വയ്ക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ സംഘർഷത്തിലേക്ക് ഒരുപക്ഷെ കാര്യങ്ങൾ കൈവിട്ടു പോകാനുള്ള എല്ലാ സാധ്യതകളും ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. കാരണം അത്രത്തോളം ഇവിടെയുള്ള സേനയ്ക്ക് കൺട്രോൾ ചെയ്യുന്നതിന് അപ്പുറത്തേക്കുള്ള ഒരാൾക്കൂട്ടം ജന്തർ മന്ദറിൽ എത്തിയിട്ടുണ്ട്. അത് ഇന്നലെ രാത്രി മുതൽ എത്തിയ ആളുകളാണ്. ഇന്നലെ രാത്രി മുതൽ തന്നെ നിരവധി ആളുകളൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നു. അതിനായി പ്രതിഷേധക്കാരൊക്കെ ഇവിടെ ഈ പ്രതിഷേധ വേദിയിലുണ്ട്. അപ്പോൾ അത്തരത്തിൽ അവരെയൊക്കെ തന്നെ ഇത്രയും വലിയൊരു ആൾക്കൂട്ടത്തെ അടിച്ചമർത്താനുള്ള ഒരു ഫോഴ്സ് എന്തായാലും നിലവിൽ ജന്തർ മന്ദറിലില്ല. അപ്പോൾ അത്തരത്തിലൊരു സംഘർഷത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ കാര്യങ്ങളൊക്കെ തന്നെ കൈവിട്ടു പോകുമെന്നതിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും പ്രതിഷേധക്കാരെ അനുനയിപ്പിക്കാനുള്ള ചില നീക്കങ്ങൾ സുരക്ഷാ സേനയുടെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട്. പക്ഷേ സുരക്ഷാ സേനയ്ക്കെതിരെ മുദ്രാവാക്യ വിളികളുമായിട്ട് പ്രതിഷേധക്കാർ സുരക്ഷാ സേനയ്ക്കെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് വിഷ്ണുവിലേക്ക് മടങ്ങിയെത്താം.